പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വരണം. ഇന്ന് ധ്യാനിക്കുന്ന വിഷയങ്ങളിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തണം. അതിൻ്റെ ആഴമായ അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുപോയി ദൈവമേ ഞങ്ങൾക്ക് വിചിന്തനം ചെയ്ത് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങളുണ്ടാകാനും ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരാകുവാനും ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യമാക്കി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരാക്കി തീർക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇടപെടണമേ. വചനം വിതയ്ക്കുമ്പോൾ അത് വളർന്ന ഫലം ഉണ്ടാകുവാൻ, ഫലപുഷ്ടമായി തീരുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന് ശക്തി തരണമേ. വായി തുറക്കുമ്പോൾ കർത്താവ് വാക്കുകളെ തരണം, ആശയങ്ങളെ തരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. കേൾക്കുന്നവരിൽ ഈ വചനം അവരുടെ ഹൃദയത്തിൽ മജ്ഞകളിലേക്ക് തുളച്ച് കയറി പരിവർത്തനം ഉണ്ടാകുവാനും അടിയനെയും കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാം വാക്യം മുതലാണ് നമ്മൾ ചിന്തിക്കുന്നത്. 9-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലാവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. പൗലോസ് ഒരു പ്രാർത്ഥന നടത്തി. ഏത് പ്രാർത്ഥനയാണെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. പൗലോസിൻ്റെ ശരീരത്തിൽ ഒരു മുള്ള നൽകപ്പെട്ടിരിക്കുന്നു. പൗലോസിന് സ്വർഗീയ ദർശനം, സ്വർഗത്തിൻ്റെ 3-ാം തലം വരെ 3-ാം തട്ട് വരെ എടുക്കപ്പെട്ടവനാണല്ലോ. ആ ദർശനത്തിൽ അതുപോലെയുള്ള ദർശനങ്ങൾ ധാരാളം പൗലോസിനുണ്ട്. അപ്പോൾ അഹങ്കരിക്കരുത്, അഹങ്കാരം കൂടി പോകരുത്. അതിനു വേണ്ടിയാണ് ഒരു മുള്ള നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ വായിച്ചു. അത് പല ബലഹീനമായി തീരുന്നു. ചിലപ്പോൾ പ്രസംഗിക്കാൻ പോകാൻ തന്നെ ചില പ്രയാസങ്ങൾ വന്നെന്ന് വരാം. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പൗലോസ് ഇതൊന്ന് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഉത്തരമായിട്ടാണ് 9-ാം അധ്യായത്തിൽ പറയുന്നത്, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവം പൗലോസിനോട് അരുളി ചെയ്തിരിക്കുന്നു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. നിനക്ക് എൻ്റെ കൃപ മതി. അപ്പോൾ ആ മുള്ള മാറ്റി കൊടുക്കുന്നില്ല. പകരം പൗലോസിനെ പഠിപ്പിച്ചു, എൻ്റെ കൃപ മതി നിനക്ക്. ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുണ്ട്. പൗലോസ് പ്രാർത്ഥിച്ച ഒരു കാര്യം കൊടുത്തില്ല. പ്രാർത്ഥനയെക്കുറിച്ച് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞാൽ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നു, അതിന് ഉത്തരമരുളുന്നു. അതുകൊണ്ട് കേൾക്കാത്ത പ്രാർത്ഥനകളുണ്ടോ? എല്ലാ പ്രാർത്ഥനകളും ദൈവം കേട്ട് ഉത്തരമരുളും. ചിലത് വളരെ അപൂർവമായിട്ടാണ് അങ്ങനെ കാണുന്നത്. ദൈവം നമ്മുടെ പ്രാർത്ഥന അതേപടി തരാതെ പകരം ചില ക്രമീകരണങ്ങൾ ചെയ്യും. നമ്മളത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മുടെ ആത്മീയ നന്മയ്ക്കും അല്ല ഭൗതിക നന്മയ്ക്കുമാകാം കൂടുതൽ പ്രയോജനകരമായ ഒരു സ്ഥിതിയാണ് കർത്താവ് നമുക്ക് ചെയ്തു തരുന്നത്. ലഭിക്കാത്ത ചില പ്രാർത്ഥനകൾ ബൈബിളിൽ ഉദാഹരണങ്ങളുണ്ട്. അതിപ്പോൾ ഞാനെല്ലാം വിവരിക്കുന്നില്ല. ആ കൂട്ടത്തിൽ ഒന്നാണ് പൗലോസ് പ്രാർത്ഥിച്ചത്. അതേ പ്രകാരം ഇവിടെ മുള്ള മാറ്റണം എന്നുള്ള പ്രാർത്ഥന അതേ പ്രകാരം കിട്ടിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ കർത്താവ് പറഞ്ഞത് നിനക്ക് എൻ്റെ കൃപ മതി എന്നാണല്ലോ. ഈ കൃപ ലഭിച്ചതിന് ശേഷം 10-ാം വാക്യത്തിലായിട്ട് പൗലോസ് പറയുന്നു, ഞാൻ ശക്തനായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കൃപ ലഭിക്കുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മൾ ശക്തരായി തീരും എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ പിന്നെ എന്താണ്? പ്രശ്നങ്ങൾ മുന്നിൽ നിന്നാലും ദൈവം നമുക്ക് കൃപ തന്ന് നമ്മളെ നടത്തി ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് ഉറപ്പുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടേണ്ടതില്ല. ദൈവം നമ്മളെ നടത്തിക്കൊള്ളും. നാം ജീവിക്കുന്നത് തന്നെ ക്രിസ്തുവിന് വേണ്ടിയാണ്. അപ്പോൾ ക്രിസ്തു അവൻ്റെ ഹിതമനുസരിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളും. ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളത് ഓർക്കണം, കർത്താവ് നടത്തിക്കോളും. നമ്മൾ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടി ആയിരുന്നാൽ മതി. എല്ലാ കാര്യങ്ങളിലും കർത്താവ് നമ്മളെ നടത്തും. ഇങ്ങനെ ചില ഉന്നത പദവികൾ പൗലോസിന് കിട്ടിയല്ലോ. സ്വർഗത്തിൻ്റെ 3-ാം തട്ട് വരെ കാണാനുള്ള ഭാഗ്യം. ഇതുപോലുള്ള ചില ഉന്നതമായ പദവികൾ, ഔന്നത്യ സ്ഥാനങ്ങൾ ചിലർക്കൊക്കെ ലഭിച്ചതായിട്ട് ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ വായിക്കുകയാണ്. ജ്ഞാനികൾ ആകാശത്തിൻ്റെ പ്രഭ പോലെ ശോഭിക്കും, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും. ജ്ഞാനി എന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തിൻ്റെ ഭക്തിയും ദൈവത്തെക്കുറിച്ചുള്ള അറിവും അതിനെയാണ് ജ്ഞാനികളെന്ന് പറയുന്നത്. വെറുതെയുള്ള അറിവിനെക്കുറിച്ചല്ല. ആ ജ്ഞാനികൾ ആകാശത്തിലെ പ്രഭ പോലെ ശോഭിക്കും. ഈ ലോകത്തിൽ അവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ ഒരുപക്ഷെ കിട്ടിയില്ലെങ്കിലും സ്വർഗത്തിൽ അവർക്ക് സ്ഥാനമുണ്ട്. ആകാശത്തിലെ പ്രഭ പോലെയാണ് അവർ ശോഭിക്കുന്നത്. ഇവിടെ നമ്മൾ ചിലരൊക്കെ നക്ഷത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ്, താരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്നുണ്ട്. അതല്ല ഇവിടെ പറയുന്നത്. സ്വർഗത്തിൽ ശോഭിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതെല്ലാവർക്കും കിട്ടുന്നില്ലല്ലോ. അത് കിട്ടാനായിരിക്കണം നമ്മുടെ ആഗ്രഹം. അങ്ങനെ ശോഭിക്കും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രശോഭിക്കും. മറ്റുള്ളവരെ നീതിയിലേക്ക് വേണം നമ്മൾ നടത്താൻ. അങ്ങനെ നടത്തുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നായിട്ട് ജീവിക്കണം, വിശ്വാസികളായിരിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം, ആ പ്രത്യാശയോടുകൂടി ജീവിക്കണം. മാത്രമല്ല മറ്റുള്ളവരെ നീതിയിലേക്ക് നമ്മൾ നയിക്കണം. നീതി എന്ന് പറയുന്നത് കർത്താവ് തരുന്ന നീതിയാണ്, നീതീകരിക്കപ്പെടുന്ന ആ കാര്യം. അവരെ അങ്ങനെ നയിക്കാമെങ്കിൽ നയിക്കുന്നവർ ആകാശത്തിൽ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 17-ാം വാക്യം യേശു ഒരു ഉപമ പറഞ്ഞു. ഒരാൾക്ക് 10 ദനാറ, ഒരാൾക്ക് 5 ദനാറ, ഒരാൾക്ക് 1 ഒക്കെ കൊടുത്തിട്ട് രാജാവ് വിദൂര സ്ഥലത്തേക്ക് പോയി. ഇവരെ അത് വെച്ച് ബിസിനസ് നടത്തുമോ സമ്പാദിക്കാൻ പറഞ്ഞിട്ടാണ് പോയത്. രാജാവ് തിരിച്ചു വന്നപ്പോൾ കണക്ക് ചോദിച്ചു. 10 കിട്ടിയവൻ 10 കൂടെ സമ്പാദിച്ചു, 5 കിട്ടിയവൻ 5 കൂടെ സമ്പാദിച്ചു, 1 കിട്ടിയവൻ അത് കുഴിച്ചിട്ട് ഒന്നും ചെയ്തില്ല. അപ്പോൾ യജമാനൻ അവരെ പ്രശംസിച്ച് പറയുകയാണ്, 1 കിട്ടിയവൻ കുഴിച്ചിട്ടുകൊണ്ട് അവനെ പ്രശംസിച്ചില്ല, അവനെ തള്ളിക്കളയുകയാണ്. മറ്റ് 2 പേരെയും പ്രശംസിച്ചു. അവരോട് പറയുന്ന കാര്യം, കൊള്ളാം, നല്ലവനായ ഭൃത്യ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. 10 ദനാറ 10 കൂടെ ആക്കി 20 ആക്കി എടുത്തത് കൊണ്ട് അവൻ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് 10 നഗരങ്ങളുടെ മേൽ അധികാരിയാക്കി കൊടുക്കുകയാണ്. അതാണ് എൻ്റെ പ്രതിഫലം. 5 കിട്ടിയവൻ 5 കൂടെ കൊടുത്തു, 10 കിട്ടിയവന് 10 കൂടെ, 10 നഗരങ്ങളുടെ മേൽ അധികാരിയായി കൊടുക്കുകയാണ്. അതാണ് എൻ്റെ പ്രത്യേകത. ഉന്നത സ്ഥാനങ്ങളിലേക്കാക്കുന്നു. നമുക്ക് കിട്ടുന്നത് വർദ്ധിപ്പിക്കണം. നമുക്ക് കൃപാവരങ്ങൾ, ദൈവദാനങ്ങൾ ഒക്കെ കിട്ടിയിട്ടുണ്ട്, വർദ്ധിപ്പിക്കണം. കുഴിച്ചിട്ടുകൊണ്ടിരുന്നാൽ പോരാ. ചിലർക്ക് നല്ല കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്, ടാലൻസ്, പക്ഷെങ്കിൽ വർദ്ധിപ്പിക്കുന്നില്ല. ഇവിടെ ആ ഭൃത്യന്മാർ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു.
കൂടുതൽ വർദ്ധിപ്പിക്കാം. നമ്മൾ വർദ്ധിപ്പിക്കണം. നമ്മളെ കർത്താവ് നേരം വിളിക്കുമ്പോൾ കൊള്ളാം, നല്ലവനായ ഭൃത്യ, നല്ലവനും വിശ്വസ്തനുമായവനെ, നീ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു. വിശ്വസ്തമായി നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യണമെന്നുള്ളത് ഓർത്തോണം. ഏത് ജോലിയാണേലും ദൈവത്താൽ നമുക്ക് നൽകപ്പെട്ടവയാണ്. വിശ്വസ്തയോടുകൂടി നമ്മൾ ചെയ്യണം. അങ്ങനെയുള്ളവരെയാണ് നല്ലവർ എന്ന് വിളിച്ചത്. നാം ചെയ്യുന്ന ജോലി വിശ്വസ്തത. ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടുമെന്ന് വിചാരിക്കുക. രാവിലെ പോയി വൈകിട്ട് ഇറങ്ങി വരുന്നു, അങ്ങനെ എല്ലാ ദിവസവും ചെല്ലുന്നു, ഹാജരൊക്കെ രേഖപ്പെടുത്തുന്നു. ശമ്പളം വാങ്ങിക്കാൻ വലിയ ധൃതിയാണ്. പക്ഷേ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൽ വിശ്വസ്തത കാണിക്കുന്നോ എന്ന് നോക്കണം. വെറുതെ അവിടെ പോയിരുന്ന ആൾക്കാരോട് സംസാരിച്ചിട്ട് വൈകിട്ട് ഇറങ്ങിപ്പോരുന്നതൊന്നും വിശ്വസ്തത കാണിക്കലല്ല. വിശ്വസ്തമായ ജോലി ചെയ്യണം. അധ്യാപകർ, ഡോക്ടർമാർ അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിശ്വസ്തയോടുകൂടി ചെയ്യണം. അവരെ ആ ജോലി ഏൽപ്പിച്ചിരിക്കുക. ശമ്പളം വാങ്ങിക്കുന്നുണ്ടെന്നതോടെ ഓർത്തോണം. വിശ്വസ്തയോട് ചെയ്യുമ്പോൾ കർത്താവ് അവസാനം നമ്മളെ വിളിക്കുന്നത് കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ. അല്പകാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നു. നമ്മളൊരു ചെറിയ കാര്യത്തിൽ ഏൽപ്പിക്കുകയാണ്, പരീക്ഷണം പോലാണ്. അതിന് നമ്മൾ വിശ്വസ്തത കാണിക്കുന്നോ എന്ന് കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വിശ്വസ്തനാണെങ്കിൽ അനേക കാര്യങ്ങളിൽ നമ്മൾ ഏൽപ്പിക്കും. അത് നമ്മൾ ഓർത്തോണം. വെളിപാട് പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ട്. 3-ാം അധ്യായം 21-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിച്ചോണം. വിജയം വരിക്കുന്നവനെ കർത്താവിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. കർത്താവിൻ്റെ സിംഹാസനത്തിൽ എന്നോടുകൂടി ഇരുത്തുമെന്നാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്, വിജയം വരിക്കുന്നവരെ. അപ്പോൾ നാം അങ്ങനെ ആയിരിക്കണം. ഈ 9-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ പൂർവാധികം സന്തോഷത്തോടെ ആയിരിക്കുന്നു, ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കുന്നതിന് വേണ്ടി. അതിനാണല്ലോ മുള്ള് നൽകിയത്. അധികം ആഹ്ലാദിക്കാതെ ഇരിക്കണം. ചിലർക്ക് ദൈവിക ശക്തിയാൽ ചില അത്ഭുതങ്ങളോ പ്രവചനങ്ങളോ ഒക്കെ നടത്താൻ സാധിക്കും. രോഗശാന്തിക്കുള്ള പ്രത്യേക കൃപാവരങ്ങൾ കാണും. അപ്പോൾ ആഹ്ലാദിക്കാൻ പാടില്ല. 12 ശിഷ്യന്മാരെ സുവിശേഷം പറയാനായിട്ട് അയച്ചു കഴിഞ്ഞപ്പോൾ അവർ പോയി പ്രസംഗിച്ചു. തിരിച്ച് വന്നപ്പോൾ അവർക്ക് സന്തോഷം. അവർ പറഞ്ഞു, എല്ലാം ഞങ്ങൾ ചെയ്തു, ഭൂതങ്ങൾ പോലും ഞങ്ങൾ കീഴടങ്ങുന്നു. സന്തോഷം. കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഭൂതങ്ങൾ ഇറങ്ങിപ്പോയതിൽ സന്തോഷിക്കേണ്ട, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. കൂടുതൽ ആഹ്ലാദിച്ച് പോയാൽ ഒരു പക്ഷേ നമ്മൾ തെറ്റിപ്പോയിന്ന് വരാം. അത് പാടില്ല. അതുകൊണ്ടാണ് മുള്ളു കൊടുത്തതും എന്ന് നമുക്കറിയാം. അപ്പോൾ നാം പാപങ്ങളിലേക്ക് ചെന്ന് വീഴാതിരിക്കത്തക്കവണ്ണം കർത്താവ് തന്നെ നമ്മളെ നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് ഉള്ള കാര്യങ്ങൾ കർത്താവ് തന്നെ ചെയ്യും. സങ്കീർത്തനം 141-ന്റെ 3-ാം വാക്യം: കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാൺ ഇടണമേ, എൻ്റെ അധര കവാടത്തിന് കാവൽ ഏർപ്പെടുത്തണമേ. എൻ്റെ നാവിനെ ഒന്ന് നിയന്ത്രിക്കണം, കടിഞ്ഞാൺ ഇടണം, അധര കവാടത്തിന് കാവൽ ഏർപ്പെടുത്തണം. ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. നാവിനെ ഒന്ന് നിയന്ത്രിക്കുന്നത് എന്തിനാ? നാവ് കൊണ്ട് പാപം ചെയ്യരുത്. അതുകൊണ്ടാണ് സംസാരത്തിൽ തെറ്റ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നാവിനൊന്ന് കടിഞ്ഞാൻ ഇടണം. പലരും പാപം ചെയ്യുന്നത് ഈ നാവ് കൊണ്ടാണ്. പരദൂഷണം, മറ്റുള്ളവരെക്കുറിച്ച് വേണ്ടാത്തതൊക്കെ പറയുക, അശ്ലീലങ്ങളായ വാക്കുകൾ ഉപയോഗിക്കുക, ശപിക്കുക, നാവ് കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കടിഞ്ഞാൻ ഇടണം.
അതരത്തിന് ഒരു കാവലേർപ്പെടുത്തുകയും ചെയ്യണം. കർത്താവിനോട് പ്രാർത്ഥിക്കാമെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു തരും. നാവിനെക്കുറിച്ച് യാക്കോബിൻ്റെ ലേഖനം 3:6 യാക്കോബ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നാവ് തീയാണ്, അത് ദുഷ്ടരുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ട് പഴിപ്പിക്കുന്നു. നാവ് ഒരവയവമാണെങ്കിലും അതൊരു തീയാണ്. പ്രകൃതി ചക്രത്തെ ചുട്ട് പഴിപ്പിക്കുന്ന ഒരു അവയവമാണ്. ശ്രദ്ധിച്ചോണം, സൂക്ഷിച്ചോണം, കാവലേർപ്പെടുത്തിയോണം എന്ന ചുരുക്കം. അപ്പോൾ നമ്മൾ ആഹ്ലാദം അപ്പുറത്തങ്ങ് കടന്നു പോകരുത്. സന്തോഷം മനസ്സിൽ വരട്ടെ, ദൈവം നമുക്കൊരു കൃപ തന്നല്ലോ. ആഹ്ലാദത്തിൽ ഇതെല്ലാം അങ്ങ് മറന്ന് പോയാൽ ഒരു പക്ഷെങ്കിൽ നമ്മൾ തെറ്റിലേക്ക് വീഴാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. കർത്താവിനെ നമ്മളെ തന്നെ പരമേൽപ്പിച്ചാൽ കർത്താവ് നമ്മളെ കാത്ത് സംരക്ഷിച്ചോളും എന്ന് നമുക്ക് കാണാം. വെളിപാടുകളുടെ ആധിക്യത്താൽ ആഹ്ലാദിച്ച് പോകരുതെന്നാണല്ലോ പറഞ്ഞത്. വെളിപാടുടെ ആധിക്യം പൗലോസിനുണ്ടെന്നുള്ളത് ഇപ്പോൾ ആ വാചകത്തിൽ നമുക്ക് മനസ്സിലാകും. എല്ലാവർക്കും വെളിപാടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വെളിപാട് കിട്ടുന്നില്ല. ദൈവം ചിലർക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. പ്രവാചകന്മാർക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. പ്രവാചകന്മാരുടെ ആ കൃപാവരം ആ പുതിയ നിയമത്തിലുമുണ്ട്. പൗലോസിന് വളരെയധികം, അതാണ് ആധിക്യം എന്ന വാക്ക് ഉപയോഗിച്ചത്, വെളിപാടുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയല്ല പൗലോസ് നമ്മുടെ വിശ്വാസത്യങ്ങളെക്കുറിച്ച് ഇത്ര കാര്യമായിട്ട് ആഴമായ രീതിയിൽ ഇതൊക്കെ എഴുതി നമ്മളെ ഏൽപ്പിച്ചത് അദ്ദേഹത്തിന് വെളിപാട് കിട്ടിയത് കൊണ്ടാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പം ആ വെളിപാടുകളുടെ ആധിക്യം പൗലോസിനെ ഉണ്ടായിരുന്നു. പൗലോസ് തന്നെ ഒരു ദർശനങ്ങളുടെയും വെളിപാടുകളുടെയും ഒരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി വെളിപാട് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ചെറിയ ആശയം നമുക്കുണ്ടായിരിക്കണം. പല തരത്തിൽ പല വിധത്തിൽ വെളിപാടുകളുണ്ടാകാം. ഒന്ന്, ദർശനങ്ങളുണ്ടാകാം. അബ്രാഹാമിന് ഒരു മകൻ ഉണ്ടാകും എന്ന് ദൈവം ദർശനത്തിൽ കൂടാണ് പറഞ്ഞു കൊടുത്തത്. ഉൽപ്പത്തി 15:1 യഹോവ അരുളി ചെയ്തത്, അതൊരു ദർശനത്തിൽ കൂടെ നിനക്ക് ഒരു മകൻ സാറായിൽ നിന്ന് തന്നെ ജനിക്കും. ഉൽപ്പത്തി 46:2-3 ഈജിപ്തിൽ നിന്നെ ഒരു വലിയ ജനതയാക്കി മാറ്റുമെന്ന് യാക്കോബിനോട് പറഞ്ഞത് ഒരു ദർശനത്തിൽ കൂടെ. യാക്കോബ് ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് വഴിയിൽ. അവൻ്റെ ഭവനത്തിൽ നിന്ന് അവൻ ഇറങ്ങിക്കഴിഞ്ഞു. ആരും ഇനി ആശ്രയമില്ല എന്നുള്ളൊരു സ്ഥിതി എത്തി. അവൻ കിടന്നപ്പോൾ അവന് ദർശനമുണ്ടായി. രാത്രിയിൽ കർത്താവ് പറഞ്ഞു, നീ ഒന്നും ഭയപ്പെടണ്ട, നിന്നെ ഞാൻ ഒരു വലിയ ജനതയാക്കി മാറ്റും. അവിടുന്ന് പറയുകയാണ്, ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിന്നെ വലിയൊരു ജനമാക്കി ഉയർത്തും. ദർശനത്തിൽ കൂടാണ് ഈ അറിയിപ്പ് ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തുടർന്ന് നമ്മൾക്ക് ഈ വെളിപാട് കിട്ടുന്ന രണ്ടാമത്തെ കാര്യം, അത് പ്രകൃതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ്. സങ്കീർത്തനം 19:1 ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രകാശിപ്പിക്കുന്നു, ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലിയെ വിളംബരം ചെയ്യുന്നു. ആകാശത്തെ ഒന്ന് നോക്കിയേ, ഇതൊക്കെ ആരാ ഇങ്ങനെ ഉണ്ടാക്കിയത്? ആരുടെ കരവിരുതായത്? ദൈവത്തിൻ്റെ കരവിരുത്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി, സൃഷ്ടികർമ്മത്തിൻ്റെ ആ കഴിവ്, ആ കല, അതിൻ്റെ കണക്കുകൂട്ടലുകൾ, ജ്ഞാനം നമുക്ക് മനസ്സിലാകുന്നില്ല. പ്രകൃതി തന്നെ നമുക്ക് ദൈവത്തിൻ്റെ അദൃശ്യ ശക്തി വെളിപ്പെടുത്തി തരികയാണ്. ഇതാണ് വെളിപാടിൻ്റെ ഒരു രീതി.
സങ്കീർത്തനം 97:6 ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു, എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു. എല്ലാവർക്കും ദർശിക്കത്തക്കവണ്ണം ആകാശവിധാനം, അത് നമ്മൾ ശ്രദ്ധിച്ചോണം. റോമർ 1:20 ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യപ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. ആർക്കും ദൈവത്തെക്കുറിച്ച് അറിയത്തില്ലെന്നോ ദൈവത്തിൻ്റെ ആ വലിയ കഴിവിനെക്കുറിച്ച് അറിയത്തില്ലെന്നോ പറയാനൊക്കത്തില്ല. കാരണം ലോകാരംഭം മുതൽ ഇന്ന് വരെ ഈ സൃഷ്ടവസ്തുക്കളിലൂടെ ദൈവത്തിൻ്റെ ശക്തി, അദൃശ്യപ്രകൃതി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ പറയുന്നത് ദൈവമില്ലെന്ന്? അവൻ ഇങ്ങോട്ട് നോക്കിയാൽ പോരെ? ഈ വസ്തുവകകൾ, ഈ സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങൾ, ആകാശം, പ്രപഞ്ചം, ഇതെങ്ങനെ നിലനിൽക്കുന്നു, എങ്ങനെ ഉണ്ടായി? യുക്തിയോടുകൂടി ചിന്തിക്കുക. ദൈവത്തിൻ്റെ മഹത്വം അത് വെളിപ്പെടുത്തുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ ഇത് വെളിപാടെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് വരും, അപ്പോൾ എല്ലാം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. യോഹന്നാൻ്റെ സുവിശേഷം 16:13 പറയുന്നു, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ദൈവത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ നമുക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ലല്ലോ. പരിശുദ്ധാത്മാവ്, സത്യാത്മാവെന്നാണ് യേശു പറഞ്ഞത്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. നാലാമത്തെ രീതി ക്രിസ്തുവിൻ്റെ തന്നെ വെളിപാടാണ്. ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 17:8 അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി. പിതാവായ ദൈവത്തിൽ നിന്ന് ലഭിച്ച വചനങ്ങൾ യേശു ക്രിസ്തു, പുത്രനായ ദൈവം, നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നു. അങ്ങനെയാണ് വെളിപാട്. അഞ്ചാമത്തെ രീതി വിശ്വാസ സ്ഥിരീകരണത്തിന് വേണ്ടി ചില അടയാളങ്ങൾ പറഞ്ഞിരിക്കും. ഉദാഹരണമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 2:12 പറയുന്നു, യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ആട്ടിടയന്മാരോട് മാലാഖ വന്ന് അറിയിച്ചു, നിങ്ങൾ പോയി കാണാൻ, ദൈവം മനുഷ്യനായി ജനിച്ചിരിക്കുക, ബേത്ലഹേമിലെ ഒരു പുൽത്തൊട്ടിൽ നിങ്ങൾക്ക് അവനെ പോയി കാണാം. എവിടാണ്, എന്താണ് അടയാളം? അവിടെ അങ്ങോട്ട് പോകുമ്പോൾ എത്രയോ കുഞ്ഞുങ്ങൾ അവിടെ കാണും. എന്താണ് അടയാളം, എന്താണെന്ന് അവർ മനസ്സിൽ വിചാരിച്ച് കാണും ആട്ടിടയന്മാർ. മാലാഖ അറിയിച്ചു, ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. ഒരു അടയാളം പറഞ്ഞു കൊടുക്കുകയാണ്. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞിരിക്കും. കിടത്തിയിരിക്കുന്ന എവിടാ? നല്ല ഒന്നാന്തരം മെത്ത, സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വീണ് കിട്ടിയത്. അതിലോട്ടിട്ട് അങ്ങനെ സുഖമായിട്ട് ലാളിച്ച് മാതാവ് ഉറക്കിക്കൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിനെ കാണും എന്നല്ല പറഞ്ഞത്, പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു കുഞ്ഞിനെ കാണും. അടയാളമാണത്. പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു കുഞ്ഞിനെ കാണും. യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള അടയാളം അതാ. അത് നമ്മൾ ഓർത്തോണം. പ്രപഞ്ചത്തിൻ്റെയൊക്കെ ഇറങ്ങി വന്നപ്പോൾ, അല്ല, ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ കിടക്കാൻ കിട്ടിയ ഇടം ഒരു പുൽത്തൊട്ടി. ആകാശത്തിലെ പറവകൾക്ക് കൂടുകളും ഈ മറ്റ് ജീവികൾക്ക് മാളങ്ങളൊക്കെയുണ്ട്. മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല. പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്നത് നിങ്ങൾ കാണും. ആറാമത്തെ ഒരു വെളിപാടിൻ്റെ രീതി, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്ന് ചില കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1:32 ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ, യേശുവിൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. യോഹന്നാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രവാചകനാണല്ലോ സ്നാപയോഹന്നാൻ, നീ സ്നാനപ്പെടുത്തണം എല്ലാവരെയും. അപ്പോൾ ഒരാൾ വരും, ആ ആൾ സ്നാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ മേൽ ആവസിക്കും.
എന്ന് നീ കാണും. അവനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന യേശുക്രിസ്തു. അത് നീ മനസ്സിലാക്കാൻ വേണ്ടി അറിയിപ്പ് നേരത്തെ യോഹന്നാൻ സ്നാപകന് കൊടുത്തിട്ടുണ്ട്. യോഹന്നാൻ സ്നാപകൻ അത് കണ്ടു, അത് കേട്ടു, വിശ്വസിച്ചു. യോഹന്നാൻ അത് സാക്ഷ്യപ്പെടുത്തി. അതാണ് നമ്മളിപ്പം വായിച്ചത്. അങ്ങനെയുള്ള സാക്ഷ്യപ്പെടുത്തലുകൾ നമുക്ക് ദർശനമായ വെളിപാടായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ സ്നാപകൻ ചെയ്തത് എന്താണ്? താൻ കണ്ടത് വിശ്വസിച്ചു, മനസ്സിൽ വെച്ചേക്കുമല്ല, അത് സാക്ഷ്യപ്പെടുത്തി. നാം വിശ്വസിക്കുന്ന സത്യങ്ങൾ സാക്ഷ്യപ്പെടുത്തണം. യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി ഞാൻ വിശ്വസിച്ചുവെങ്കിൽ അത് നാം സാക്ഷ്യപ്പെടുത്തണം. ഞാനങ്ങ് യേശുവിൽ വിശ്വസിച്ച് അങ്ങനെ അങ്ങ് ഇരുന്നോളാം എന്നല്ല, സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാന കാര്യമാണ്. നമുക്ക് അത്ഭുതകരമായ രോഗശാന്തിയോ മറ്റനുഗ്രഹങ്ങളെല്ലാം ദൈവം കർത്താവ് തരുന്നതല്ലേ. സാക്ഷ്യപ്പെടുത്തുവാൻ നാം മടിക്കരുത്. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. യേശു ക്രിസ്തു ആരാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് മനുഷ്യൻ അറിയണ്ടേ? അപ്പോൾ സ്നാപകൻ അത് വെളിപ്പെടുത്തുകയാണ്. ആ സാക്ഷി അവനുണ്ട്, അവൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്നാനമേൽക്കാനായിട്ട് ഈ സ്നാപകനാൻ്റെ അടുത്തേക്ക് യേശു ഇങ്ങോട്ട് വന്നപ്പോൾ സ്നാപകനാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുക, നോക്ക്, ഇതാ വരുന്നു, അതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സാക്ഷ്യപ്പെടുത്തണം, അതാണ് പ്രധാന സംഗതി. ക്രിസ്തുവിൻ്റെ വചനങ്ങളെന്ന് പറയുന്നത് വളരെ സവിശേഷത അറിയിക്കുന്ന കാര്യമാണ്, സവിശേഷത ഉള്ളതാണ്. ക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ ചില സവിശേഷതകൾ നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, അത് നിത്യം ആയവയാണ്. മറ്റ് വചനങ്ങളൊക്കെ മനുഷ്യൻ പറയുന്നതൊക്കെ നിത്യമല്ല, അനശ്വരമാണ്. ചിലപ്പം അടുത്ത മാസം ഇന്നത് ചെയ്യാം എന്നായിരിക്കും ഒരാൾ പറയുന്നത്. അത് കഴിയുമ്പോൾ അത് തീർന്നല്ലോ. അതിന് വലിയ പ്രാധാന്യം എന്ന് വെച്ചാൽ അതിന് സ്ഥിരമായി നിൽക്കുന്നതല്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ വാക്കുകൾ നിത്യം ആയവയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നു, ആകാശവും ഭൂമിയും കടന്നു പോകും, എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. അതില്ലാതായി പോവുകയില്ല. അത് അത് പണ്ട് പറഞ്ഞതല്ലയോ, അങ്ങനെയൊന്നുള്ള ചിന്തയില്ല. അത് കടന്നു പോവുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് വചനത്തെക്കുറിച്ച് പറയുമ്പോൾ, ദൈവവചനത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ വള്ളിയോ പുള്ളിയോ മാറരുത്. മാറ്റാനും പാടില്ല, കൂട്ടാനും പാടില്ല, കുറയ്ക്കാനും പാടില്ല. പറഞ്ഞത് തന്നെ. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, കർത്താവ് ധാരാളം വാഗ്ദാനങ്ങളൊക്കെ ബൈബിളിൽ നമുക്ക് തന്നിട്ടുണ്ട്. നിറവേറുമോ? ഇത് നിറവേറും. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ, യാതൊരു മാറ്റവുമില്ല, വാക്ക് മാറാത്തവൻ. പറഞ്ഞതൊക്കെ സംഭവിക്കും. നാം ചോദിച്ചാൽ തരാം എന്നുള്ളത് കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. മക്കൾ എങ്കിൽ അവകാശികളുമാണ്, പ്രാർത്ഥിക്ക് തരും എന്നൊക്കെയുള്ളത്. അപ്പോൾ അത് കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും സംശയിക്കണ്ട. സംശയിക്കാതെ പ്രാർത്ഥിക്ക്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടു കൂടി സ്തോത്രം ചെയ്തോളാനാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ വാക്ക് മാറത്തില്ല, നിത്യമായ വാക്കുകളാണവ. ക്രിസ്തുവിൻ്റെ വാക്കുകളുടെ മറ്റൊരു പ്രത്യേകത, അവ ലാവണ്യമുള്ളതാണ്, കൃപയോടുകൂടിയതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 22-ാം വാക്യം, എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും, എല്ലാവരും അവനെക്കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞു. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പ്രശംസിക്കുകയാണ്. എത്ര വലിയ പ്രാസംഗികന്മാരുണ്ട്. വലിയ ചില പ്രാസംഗികന്മാരുടെ പ്രസംഗങ്ങൾ ഇപ്പോൾ പഴയത് പലതും എഴുതി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നല്ല പ്രസംഗങ്ങളാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം പോലൊരു പ്രസംഗം ലോകത്തിലാരും കേട്ട് കാണത്തില്ല. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സുകളിൽ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇതുപോലെ വേറെ ആരും സംസാരിച്ചിട്ടില്ല. ക്രിസ്തുവിനെ പോലെ കൃപാവചസ്സുകളാണ്, കൃപയുടെ വാക്കുകളാണ്. ഇതുപോലെ വേറെ ആരും സംസാരിച്ചിട്ടില്ല.
യേശുവിനെ പിടിക്കാനായിട്ട് സേവകരെ അയച്ചപ്പോൾ അവർ കേട്ടിട്ട് തിരിച്ചെന്ന് പറയുകയാണ്, ഇല്ല, ഒക്കത്തില്ല പിടിക്കാൻ. കാരണം ഇവനെ പോലെ സംസാരിക്കുന്ന വേറെ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് പിടിച്ചുകൊണ്ട് വരാനൊന്നും ഒക്കത്തില്ല. കൃപാവചസ്സുകൾ, അത് വലിയ കൃപയോടുകൂടിയ വാക്കുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ക്രിസ്തുവിനെ സേവകർക്ക് ഒന്നും ചെയ്യുവാനായിട്ട് സാധിച്ചില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, യേശുവിൻ്റെ വാക്കുകൾ അധികാരത്തോടു കൂടിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4:32, അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം അധികാരത്തോടു കൂടിയതായിരുന്നു അവൻ്റെ വചനം. അധികാരപൂർവ്വം പറയുന്നത്, കാരണം എല്ലാത്തിൻ്റെയും മേൽ അധികാരമുള്ളവനാണ് ക്രിസ്തു. പ്രപഞ്ചം മുഴുവൻ്റെ മേലും, എല്ലാ മനുഷ്യരുടെ മേലും, എല്ലാ രാജാക്കന്മാരുടെ മേലും അധികാരമുള്ളവനാണ് അവൻ. അവനാണ് എല്ലാത്തിൻ്റെയും കാരണം, അവനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. അവൻ്റെ മേളിൽ പിന്നെ വേറെ അധികാരമുള്ളവരാരുമില്ല. എല്ലാത്തിനും മേൽ അധികാരമുള്ളവനാണ് അവൻ. അവൻ അധികാരത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. കാറ്റേ അടങ്ങുക, പിശാചേ അവനിൽ നിന്ന് ഇറങ്ങിപ്പോകുക. അധികാരത്തോട് പറയാൻ യേശു ക്രിസ്തുവിന് കഴിയും. അവൻ അധികാരിയാണ്, എല്ലാറ്റിൻ്റെയും മേൽ അധികാരം. അടുത്ത വിശേഷണം, അവ ആത്മീയമായവയാണ്. യോഹന്നാൻ സുവിശേഷം 6:63 പറയുന്നു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ശരീരത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരുണ്ട്. സുവിശേഷ വേലയെക്കുറിച്ച് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഭൗതികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനെക്കുറിച്ചാണ് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആത്മീയമായ തലത്തിലാണ് നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. കർത്താവിൻ്റെ വാക്കുകൾ ആത്മീയമാണ്, അതുകൊണ്ടത് ജീവൻ നൽകുന്നതാണ്. നിത്യജീവന് നൽകുന്ന വാക്കുകളാണ് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ. നമ്മൾ ഭക്ഷണം കഴിക്കും, 85 വയസ്സ് വരെ അല്ലെ 100 വയസ്സ് വരെ ജീവിച്ചെന്നിരിക്കട്ടെ, അങ്ങനെ ശരീരത്തിന് ജീവിക്കാൻ ഭക്ഷണം ഇപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവവചനമാകുന്ന നിത്യജീവൻ്റെ വചനങ്ങൾ കഴിച്ചാൽ ആയുസ് 120 അല്ല, നിത്യമായിരിക്കും. നിത്യജീവൻ്റെ വചനങ്ങളാത്. ആ വചനങ്ങൾ ജീവൻ്റെ വചനങ്ങളാണ്, നിത്യജീവൻ്റെ വചനങ്ങളാണ്. അത് ജീവൻ നൽകുന്ന വചനമാണ്. യോഹന്നാൻ 6:68. ശിമിയോൻ പത്രോസ് ഒരിക്കൽ യേശുവിനോട് പറയുക, യേശുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ചിലരൊക്കെ യേശുവിനെ വിട്ടുപോയി. ഇത് കേട്ട് മനസ്സിലാക്കാൻ പ്രയാസമാണ്, കർക്കശമാണ് എന്നൊക്കെ പറഞ്ഞ് ചിലരങ്ങ് വിട്ടുപോയി. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? എൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? എൻ്റെ വാക്ക് മാറാനൊക്കത്തില്ല, കാര്യം വാക്ക് സത്യമാണ്. നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ നിന്നാൽ മതി, നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം എന്നുള്ള അർത്ഥത്തിൽ നിങ്ങളും പോകാൻ തയ്യാറായി നിൽക്കുകയാണോ? പത്രോസ് ഒരു കാര്യം പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. ശ്രദ്ധിച്ചോണം. നമ്മളൊക്കെ നിത്യജീവൻ്റെ വചനം കേൾക്കാനും നിത്യജീവൻ പ്രാപിക്കാനും ആഗ്രഹിക്കുന്നെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ അതങ്ങ് മറന്നുപോകും. ഇപ്പോൾ വല്ലതും കിട്ടാൻ ഇവിടെ റേഷൻ കടയിലോ മറ്റിടത്തോ വല്ലതും കിട്ടാനുണ്ടോ? ആരെങ്കിലും നമുക്ക് ഇങ്ങോട്ട് തരാനായിട്ടിരിക്കുന്നോ? അത് പോയി വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഇപ്പോഴത്തെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ. അത് കിട്ടട്ടെ, എനിക്ക് എന്തെല്ലാം കിട്ടും, ആനുകൂല്യങ്ങളുണ്ട്, അതെല്ലാം ഇങ്ങ് വാങ്ങിക്കാം എന്നാണ് പലരും ചിന്തിക്കുന്നത്. പത്രോസ് പറഞ്ഞത്, കർത്താവേ, ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്, ഇനി ഞങ്ങൾ വേറെ എങ്ങോട്ടേലും പോകേണ്ട കാര്യമുണ്ടോ? നിത്യജീവൻ്റെ വചനങ്ങളാണ് കേൾക്കേണ്ടത്, അതാ വേണ്ടത്, അതാ ആവശ്യമായിരിക്കുന്നത്. അത് നിൻ്റെ പക്കലുണ്ട്, ഞങ്ങൾ എങ്ങോട്ട് പോകണ്ട, ഞങ്ങൾ പോകുന്നില്ല, നിൻ്റെ കൂടെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. ഇങ്ങനെ പത്രോസ് പറഞ്ഞ പോലെങ്കിലും നമുക്കും പറയാൻ സാധിക്കണം, കർത്താവേ, ഞങ്ങൾ വേറെ എങ്ങോട്ടും പോകുന്നില്ല, കാരണം നിൻ്റെ പക്കൽ നിത്യജീവൻ്റെ വചനങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറയണം. യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നിസ്തുല്യമായവയാണ്. യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗം പോലെ, വചനം പോലെ അതിന് തുല്യമായിട്ട് ഇന്നാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയത്തക്കൊണ്ട് വചനങ്ങളില്ല. നിസ്തുലമായ വചനങ്ങളാണ്
കർത്താവിൻ്റേത് എന്ന് നമ്മൾ ഓർത്തോണം. അവ ന്യായം വിധിക്കുന്ന വചനങ്ങളുമാണ്. യോഹന്നാന്റെ സുവിശേഷം 12:48 പറയുന്നു, യേശു പറയുകയാണ്, എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട്. ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും. യേശുവിൻ്റെ വാക്കുകൾ വിധിവാചകങ്ങളാണ്. ആ വാചകങ്ങൾ തന്നെ അവനെ വിധിക്കും എന്ന് ഓർക്കണം. 8ാമത്തെ സവിശേഷത, യേശുവിൻ്റെ വാക്കുകൾ ദൈവീകമാണ്. യേശു ദൈവമാണെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും യേശുവിൻ്റെ വചനങ്ങൾ ദൈവവചനങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 14:24, എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. നിങ്ങളിപ്പോൾ കേൾക്കുന്ന ഈ വചനങ്ങൾ അത് എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെ വചനമാണ്. അതോർത്തോണം. വാക്യം 9 യേശു കർത്താവ് ദർശനത്തിൽ പറയുകയാണല്ലോ, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. യേശു പറഞ്ഞ ആ കാര്യം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നത്. കർത്താവിൻ്റെ ശക്തി നമ്മളിൽ കൂടെ പ്രകടമാകണം. അപ്പോൾ നമ്മൾ ബലഹീനരായിരിക്കണം. ബലഹീനരിൽ കൂടാണ് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുന്നത് എന്ന് യേശു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുകയാണ് എന്ന് ഓർത്തോണം. വാക്യം 10ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വായിച്ചത് 10ാമത്തെ വാക്യമാണ്. ബലഹീനനായിരിക്കുമ്പോഴാണ് ശക്തനായിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൗലോസ് ബലഹീനനായിരിക്കുമ്പോൾ സന്തുഷ്ടനായിട്ടിരിക്കും. കർത്താവിൻ്റെ പ്രീതി ലഭിക്കാൻ എല്ലാം അവൻ ബലഹീനനായിരിക്കുമ്പോഴാണ് കഴിയുന്നത്. അപ്പോഴാണ് കൃപാവരങ്ങൾ അവനിന്മേൽ ധാരാളമായി ഉണ്ടാകുന്നത്. കർത്താവിൻ്റെ പ്രീതിയും സഹായവും ഉള്ളതുകൊണ്ട് പൗലോസിന് പറയാൻ സാധിക്കും, ഞാൻ സന്തുഷ്ടനാണ്. കഷ്ടതകളും സഹനങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ക്ഷീണിച്ച് പതറിപ്പോവുകയല്ല വേണ്ടത്. അപ്പോൾ സന്തുഷ്ടനായിരിക്കണം. കർത്താവിൻ്റെ പ്രീതിയും കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ സഹായവും ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് നാം സന്തോഷിക്കണം. ക്രിസ്തുവിനെ പ്രതിയാണ് എല്ലാ കഷ്ടതകളും സഹിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. പൗലോസ് എല്ലാം ക്രിസ്തുവിൻ്റെ പ്രതി സഹിച്ചവനാണ്. അപ്പോൾ ദൈവശക്തി കൂടുതലായിട്ട് പ്രയോജനപ്പെടും. ഒരു ഉപകരണം അത് അന്തർബോധമുള്ള ഒരു ഉപകരണമായിരിക്കട്ടെ, അത് ബലഹീനമായിരിക്കുകയാണെങ്കിൽ നല്ല ഫലം പുറപ്പെടുവിക്കുമ്പോൾ ആ ഉപകരണം പറയണം, എൻ്റെ ശക്തി കൊണ്ടല്ല, പിന്നെയോ അത് പ്രവർത്തിക്കുന്ന ആ വ്യക്തിയുടെ ശക്തി കൊണ്ടാണ് ഈ ഫലം പുറപ്പെടുവിച്ചത് എന്ന് പറയണം. ഇതുപോലെ നമ്മളിൽ കൂടെ കർത്താവ്, നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ നമ്മളിൽ കൂടെ പ്രവർത്തിച്ച് വലിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുവെങ്കിൽ നാം നെകളിച്ചു പോകേണ്ട. നമ്മൾ പറയണം, നമ്മുടെ ബലഹീനതയിൽ എൻ്റെ കർത്താവ് എന്നിൽ ശക്തി കൂടുതൽ പ്രവർത്തിച്ച് കൂടുതൽ ഫലമുളവാക്കി എന്ന് നമ്മൾ പറയണം. അതാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 1:27 ഞാൻ വായിക്കാം. വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു, ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും ദൈവം തിരഞ്ഞെടുത്തു എന്ന് പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫിലിപ്പിയ 4:13 പൗലോസ് പറയുന്നു,
എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. അത് നമ്മൾ പ്രത്യേകം ഒന്ന് ഓർത്തോണം. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. ഈ വാക്യം നമ്മൾ കാണാതെ പഠിച്ചാലും ഒന്നുമില്ല. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. നമ്മൾ പലരും പല കാര്യങ്ങളും വരുമ്പോൾ, ലോകകാര്യങ്ങളാണെന്നിരിക്കട്ടെ, അയ്യോ എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പറയും. അത് നമ്മൾ ചെയ്യാൻ തുനിയുന്നില്ല. പക്ഷേ പൗലോസ് പറയുന്നത്, നമ്മൾ ബലഹീനരായിക്കോട്ടെ, ആകണം, ദൈവത്തിൻ്റെ ശക്തിയെ നമ്മളിൽ കൂടുതലായിട്ട് പ്രവർത്തിക്കും. അങ്ങനെ ഉള്ള സമയത്ത് നാം സമ്മതിച്ചു കൊടുക്കണം, നമ്മൾ എളിയവരും ബലഹീനരുമാണ്. ദൈവിക ശക്തി നമ്മൾ കൂടുതലായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ഒരു കാര്യം ഉണ്ടാകും, നാം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ശക്തരാകും. നമ്മുടെ ശക്തി കൊണ്ടല്ല, ദൈവശക്തി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശക്തിയുള്ള ശക്തിയാണ് ദൈവശക്തി. എല്ലാം ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ നമ്മളിൽ കൂടെ പ്രവർത്തിക്കുന്ന ദൈവശക്തി മൂലം നമുക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും. ഈ ഒരു ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. കാരണം നമ്മുടെ ശക്തി കൊണ്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്, ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ കൂടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ദൈവത്തിനെല്ലാം ശക്തിയുണ്ടല്ലോ. അപ്പോൾ ആ ശക്തി എല്ലാം പ്രവർത്തിക്കാൻ ശക്തി നമ്മളിൽ കൂടെ പ്രവർത്തിക്കും. അപ്പോൾ നമ്മളാരും മനം മടുത്തു പോകരുത്. എന്നെ കൊണ്ടൊക്കെയല്ല, കഴിവില്ല എന്ന് വിചാരിക്കേണ്ട. കഴിവില്ലാത്തവരെ കർത്താവ് ഉയർത്തുന്നത്, അവരിൽ കൂടെ പ്രവർത്തിക്കും. എല്ലാം ചെയ്യുവാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മീയ തലത്തിലും ഇത് കാര്യം തന്നെ, ലൗകികമായ ഭൗതികമായ കാര്യങ്ങളിൽ ഇത് തന്നെയാണ്. ചെയ്യുവാൻ സാധിക്കത്തില്ല എന്ന് നമ്മൾ ഭാരപ്പെടേണ്ട. നമ്മളിൽ കൂടെ കർത്താവ് അത് ചെയ്തു തരും. ആത്മീയവും ലൗകികമായ എല്ലാ കാര്യങ്ങളിലും കർത്താവ് നമ്മളിൽ കൂടെ പ്രവർത്തിക്കും. ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ ശക്തനാകുന്നത്. എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. വാക്യം 10 വരെയാണ് നമ്മൾ ചിന്തിച്ചത്. സമയം പോകുന്നത് കൊണ്ട് ഞാനവിടെ നിർത്തുകയാണ്. 11-ാം വാക്യം മുതൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിച്ചത് ബലഹീനനായിരിക്കുന്നതിൻ്റെ പ്രാധാന്യം, ദൈവിക ശക്തി നമ്മളിൽ കൂടെ പ്രവർത്തിക്കും. നമ്മൾക്ക് കിട്ടുന്നതിൻ്റെ എന്ത് കിട്ടിയാലും അത് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിച്ച് കൂടുതലുണ്ടാക്കണം. 10 കിട്ടിയാൽ 10 കൂടെ. അങ്ങനെ പ്രവർത്തിച്ചാൽ കർത്താവ് വിധി ദിവസത്തിൽ നമ്മളോട് പറയും, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നു, അനേക നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കുക. നമുക്കങ്ങനെ വിളിക്കും. പിന്നീട് നമ്മൾ ചിന്തിച്ചത് ദൈവവചനങ്ങളുടെ ആ സവിശേഷത, യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ സവിശേഷത നമ്മൾ ചിന്തിച്ചു. പിന്നെ നമ്മൾ ചിന്തിച്ചത് ദർശനങ്ങൾ, വെളിപാടുകൾ, ഏത് രീതിയിലാണ് ദൈവം നമുക്ക് ഈ ദർശനങ്ങളും വെളിപാടിൽ കൂടെ ദൈവിക രഹസ്യങ്ങൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. കൂടുതലായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം, ധ്യാനിക്കാം. ദൈവം നമ്മളെ നടത്തട്ടെ. ദൈവത്തിൻ്റെ വെളിപാട് ആണ് വേദപുസ്തകത്തിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി. വേദപുസ്തകം നമ്മൾ ധാരാളം വായിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ ആ ആശയങ്ങൾ കൂടുതലായിട്ട് നമ്മളുടെ ഉള്ളിലോട്ട് തരും. അങ്ങനെ ശക്തമായിട്ട് പ്രവർത്തിക്കാനും കർത്താവിൽ കൂടുതൽ വിശ്വസിക്കുവാനും എൻ്റെ ദൈവത്തിന് എല്ലാം കഴിയുമെന്നും ആ ശക്തനായ ദൈവം അവൻ്റെ ശക്തി എന്നിൽ കൂടെ പ്രവർത്തിച്ച് അനേകരെ നീതിയിലേക്ക് നടത്തുവാൻ ഇടയാക്കുമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോയി പ്രവർത്തിക്കാം. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ ആകാശത്തിൽ സ്വർഗത്തിൽ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കുമെന്നാണല്ലോ പറഞ്ഞത്. ദൈവം നമുക്ക് ആത്മനിറവിൽ കൃപാവരത്താൽ അതിന് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ചുരുക്കുന്നു. അടുത്തത് നമുക്ക് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൽ നമുക്ക് തുടരാം. ദൈവം സഹായിക്കട്ടെ. ആമീൻ.